എങ്ങനെ നമുക്ക് ഒരു ബ്രേക്കപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൽ നിന്നും മൂവ് ഓൺ ചെയ്യാം. ഏകദേശം ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് നമ്മളിപ്പോൾ ചേരാത്തവരെ പിന്നെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതുപോലെ ലൈഫ് ലോങ് ഞാൻ ആ പെയിനുമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോകുമായിരിക്കും. അതല്ല, ഞാൻ ചെയ്തിരുന്ന ഒരു വലിയ മിസ്റ്റേക്കും ആക്ച്വലി നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ളൊരു സംഭവം. നമ്മുടെ റിലേഷൻഷിപ്പ് ഇതാ എൻ്റെ ആവാൻ പോവുകയാണ്. ഇതാണ് സംഭവം. വെറും എന്താ പറയുക, എന്നെ പറ്റിച്ച് അതിൻ്റെ അങ്ങേ അറ്റം ഞാൻ പറ്റിച്ചിട്ട് ഇനിയും ഞാൻ എന്നെ പറ്റിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യുക? അനുഭവിക്കുക. അതല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. ഞാനിത് കരിയുക, അങ്ങ് വിഷമിച്ചങ്ങ് തീർക്കുക. അവരെ ചീത്ത വിളിക്കുകയോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് അവരെ പറ്റി വേണമെങ്കിൽ 10 ചീത്ത വിളിച്ചു. എൻ്റെ കേസിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. എനിക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള അവസരം തന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തായാലും ഞാൻ അയക്കുന്നില്ല, പക്ഷേ ഞാൻ ഇവന് നാളെ ഇത് അയക്കും. ഞാൻ ക്ലിയർ ഓൾ എവറിത്തിങ് ഫ്രം മൈ ഫോൺ എന്നൊരു തോട്ട് എനിക്ക് വരത്തുള്ളൂ. നമ്മൾ തേടി പോകുന്നതിനെക്കാട്ടി മനോഹരമായിരിക്കും നമ്മളിലോട്ട് വന്നു ചേരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ആൻഡ് കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊന്ന് ഇരുന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കോണ്ടൻറ്റ്സ് ഐഡിയാസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നിനും സമയം കിട്ടിയില്ല. കുറച്ച് പരീക്ഷകളും സെമിനാറും അസൈൻമെൻറ്റും അല്ലാണ്ട് കുറേ തിരക്കൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വളരെ സാവകാശം നമ്മൾ സമാധാനത്തിലിരുന്ന് ചെയ്താലേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ ഞാൻ വളരെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാം ഒന്ന് കാമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് ഒരു ബ്രേക്കപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൽ നിന്നും മൂവ് ഓൺ ചെയ്യാം, ഈസിലി മൂവ് ഓൺ ചെയ്യാം. ആൻഡ് ഞാൻ എങ്ങനെയാണ് അതൊന്ന് മൂവ് ഓൺ ചെയ്തത്, അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ബ്രേക്കപ്പ് ആണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും രണ്ടും ഏകദേശം ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. ഇത് തമ്മിൽ വരുന്നൊരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, മറ്റേത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ അവർ ബ്രേക്കപ്പ് ആവുന്നത് അവർ രണ്ടുപേരും മാത്രമായിരിക്കും അറിയുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഡിവോഴ്സ് അതിൽ ഫാമിലി ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, ഇപ്പോൾ നമ്മുടെ മതമുണ്ട്, ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊരു എഗ്രിമെൻ്റ് ആണല്ലേ. പ്രണയത്തിൽ നിന്നും കല്യാണത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. അപ്പം ഒരു മാരേജിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരു പ്രണയത്തിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്നത്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ദ ഫീലിങ്സ് ആർ സെയിം. ഇൻറ്റൻസിറ്റി കുറച്ചും കൂടി, നമ്മുടെ ഫീലിങ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഡിവോഴ്സ് തന്നെയാണ് ബ്രേക്കപ്പിനെ കാട്ടിയും. രണ്ട് വ്യക്തികൾ തമ്മിൽ ഡിവോഴ്സ് ആവണമെന്നുണ്ടെങ്കിലും അതിൽ ഫാമിലി കുറേ നമ്മളിപ്പോൾ ചേരാത്തവരെ പിന്നെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതുപോലെ കുറേ സൊസൈറ്റിയുടെ പ്രഷർ, അതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെയും മോർ കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പം അതൊക്കെ ഫൈൻ, നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഫീലിങ്സ്. ആ എല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് വ്യക്തികൾക്കിടയിൽ സംഭവിച്ച് ഒരു വേർപിരിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടൊരു വ്യക്തിക്ക് ലൈഫ് മൂവ് ഓൺ ചെയ്യാനും ആൻഡ് അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. ആക്ച്വലി നമ്മൾ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഏതൊരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ചു ലൈഫ് ലോങ് ഞാൻ ആ പെയിനുമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോകുമായിരിക്കും. അതല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് എനിക്കിതൊന്നൊരു മോചനം ഉണ്ടാവും എന്നുള്ളത്. ആഗ്രഹമുണ്ട് ഉള്ളിൽ, ഈ റിയാലിറ്റി ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആവാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനങ്ങ് വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റി. എങ്ങനെ പറ്റി? അതിനെപ്പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പൊതുവേ ഞാൻ ഇത് ബ്രേക്കപ്പ് കുറച്ച് പെട്ടെന്ന് മൂവ് ഓൺ ആവുന്ന ഒരു കാറ്റഗറിയിൽ ഉള്ള ഒരാളാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളും കാണും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി, അതായത് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, വിഷമിക്കാം, ഒരു പരിധിയിൽ കൂടുതൽ വിഷമിച്ച് എൻ്റെ ദിവസങ്ങളും സമയങ്ങളും പാഴാക്കി കളയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ടിൽ ഞാൻ കുറച്ചും കൂടി ക്വിക്കായിട്ട് മൂവ് ഓൺ ആവാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടും.
പക്ഷേ എൻ്റെ ബ്രേക്കപ്പ് ഒന്നും പോലെ അല്ലായിരുന്നു ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം. ഇതെൻ്റെ എൻ്റെ സംഭവം, അതായത് എൻ്റെ ലൈഫിനെ ബാധിച്ചൊരു കാര്യമായിരുന്നു. എന്താ പറയുക, ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യും എന്ന് വിചാരിക്കാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടി. എന്താ പറയുക, എല്ലാവരുടെ മുമ്പിൽ ഞാൻ തോറ്റു പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇതൊക്കെയായിരുന്നു മെയിൻലി എനിക്കതൊന്ന് മൂവ് ഓൺ ആവാനും ഞാൻ അതൊന്ന് ചെയ്യാൻ മടി കാണിച്ച് നിന്നതായിട്ടുള്ളൊരു കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. ഞാൻ ചെയ്തിരുന്നൊരു വലിയ മിസ്റ്റേക്കും ആക്ച്വലി നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ റിയാലിറ്റിയിലോട്ട് വരത്തില്ല. അതായത് എനിക്കറിയാം എന്താണ് റിയാലിറ്റി എന്നുള്ളതും ഇന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതും. അപ്പം എനിക്കിതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് അറിയാം ഞാൻ വലിയൊരു വിഷമത്തിലോട്ടാണ് ഞാൻ വീഴാൻ പോകുന്നതെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സതിനെ റെസിസ്റ്റ് ചെയ്ത് അതങ്ങനെയല്ല, റിയാലിറ്റി വേഴ്സ്റ്റ് ആണെങ്കിലും അതുകൊണ്ടായിരിക്കത്തില്ല പുള്ളി അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കത്തില്ല ഹി വിൽ കം ബാക്ക്, ദ പ്രോബ്ലംസ് വിൽ സോൾവ് വെരി സൂൺ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ തന്നെ ഇങ്ങനെ എന്താ പറയുക, എന്നെ ഇങ്ങനെ ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ തന്നെ ഞാൻ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതാണ് സംഭവം. നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് എൻഡ് ആവാൻ പോവുകയാണ്, ഇതാണ് സംഭവം. പ്രോബ്ലംസ് പലതായിരിക്കുമല്ലോ. ഇന്ന പ്രശ്നങ്ങൾ കാരണമായിട്ട് ഈ റിലേഷൻഷിപ്പ് എൻഡ് ആവാൻ പോവുകയാണ്, ഇനി തൊട്ട് ആ വ്യക്തി എൻ്റെ ലൈഫിലില്ല, ഇനി അതുകൊണ്ട് അതിൻ്റെ കുറച്ച് വിഷമങ്ങളൊക്കെ എനിക്കുണ്ടാവും, ഞാനതെന്തായാലും ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിന് നമുക്ക് യാതൊരു എളുപ്പ വഴിയും ഇല്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, ബിക്കോസ് അതാണ് റിയാലിറ്റി. അപ്പോൾ ഞാൻ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ നല്ല സമയമെടുത്തു. ഐ തിങ്ക് ഓൾമോസ്റ്റ് 1 വർഷമൊക്കെ എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു, വേറെ നിവർത്തിയില്ല. ഇനി അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, ഞാൻ വെറും എന്താ പറയുക, എന്നെ പറ്റിച്ച് അതിൻ്റെ അങ്ങേ അറ്റം ഞാൻ പറ്റിച്ചിട്ട് ഇനിയും ഞാൻ എന്നെ പറ്റിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ആൻഡ് ഐ അക്സെപ്റ്റ് ദ റിയാലിറ്റി. സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നമാണ് വേദന. ആ റിയാലിറ്റി എന്താ പറയുക, ട്രൂത്ത് ഈസ് ഓൾവേസ് പെയിൻഫുൾ എന്ന് പറയൂലേ. അപ്പോൾ ആ വേദന ഉണ്ടാകും. ആ വേദന നമ്മൾ എന്ത് ചെയ്യുക, അനുഭവിക്കുക. അതല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു എളുപ്പ വഴികളുമില്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അധികം സമയമൊന്നും വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു പിടിച്ച് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അതല്ലാണ്ട് എളുപ്പവഴികൾ ചൂസ് ചെയ്ത് നമ്മളെ തന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് വേദനിക്കാണ്ട് ആ വേദനേനെ ഒളിപ്പിച്ച് സപ്രസ് ചെയ്ത് വെച്ച് വേറെ കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പ വഴികളൊക്കെ ചൂസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നാണെങ്കിലും ആ വേദന പുറത്തു വരും. അതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് അങ്ങ് കരയുക, അങ്ങ് വിഷമിച്ചങ്ങ് തീർക്കുക. അത് എത്ര കാലം വിഷമിക്കണമെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആണ്. കരയുക. ഇപ്പം ബ്രേക്കപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടുകാരെ മുമ്പ് ഇരുന്ന് കരയാൻ പറ്റണമെന്നില്ല. ഡെയിലി കുളിക്കുമ്പോൾ കരഞ്ഞോ, ബാത്റൂമിൽ കയറിയിരുന്ന് കരഞ്ഞോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ ചെയ്യാതിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കഫേകളുണ്ടല്ലോ, അതായത് അധികം സ്പ്ലെൻഡഡ് അല്ലാത്ത, ഞാൻ പോകാറുണ്ടായിരുന്നത് മെക്ഡൊണാൾഡ്സ് ആയിരുന്നു. ആൻഡ് അങ്ങനെയുള്ള സ്പ്ലെൻഡഡ് അല്ലാത്ത കൊച്ചു കൊച്ചു കഫകളിലേക്ക് പോയിട്ട്, കൊച്ചു കഫേ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ വരാത്ത കഫകളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരിക്കുക, എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഇരുന്നങ്ങ് കരയുക, വിഷമിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ഇരുന്ന് കരയാറുണ്ട്. കാര്യം വീട്ടിലിരുന്ന് വിഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, വിഷമിച്ച് തീർക്കുക. എന്താ പറയുക, നമ്മളങ്ങ് വിഷമിക്കാൻ നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുക. അൺലിമിറ്റഡായിട്ട് ഉറങ്ങാതിരുന്ന് കരഞ്ഞോ, 1 ദിവസമാണെങ്കിലോ 2 ദിവസമാണെങ്കിലോ നിങ്ങൾ ഉറങ്ങാതിരുന്നോ, ഭക്ഷണം കഴിക്കാതിരുന്നോ, കുളിക്കാതിരുന്നോ, ഒന്നും ചെയ്യണ്ട, ജോലിക്ക് പോകാതിരുന്നോ, ലീവ് എടുത്തോ, പഠിക്കാൻ പോകണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷേ കരഞ്ഞ് തീർത്ത് യു ഷുഡ് കം ബാക്ക്. ആ വേദന ഓരോ ദിവസം കഴിയും തോറും
കുറഞ്ഞു വരും. കാര്യം നമ്മളെ ബോഡിക്കൊരു കപ്പാസിറ്റി ഉണ്ട്, വിഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ താനെ അത് ഹീലായിക്കൊണ്ടിരിക്കും. ആൻഡ് അതിന് ധൃതി കൂട്ടാതിരിക്കുക. ദിവസം കൊണ്ട് മാറും, 2 ദിവസം കൊണ്ട് മാറുമെന്ന് കരുതി ഒന്നും റഷാകാതെ വളരെ സമയമെടുത്ത് വിഷമിച്ച് ആ വിഷമം കരഞ്ഞു തീർക്കുക. ചിലപ്പോൾ നമുക്ക് കരയാൻ തോന്നുമായിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തിനെ നമുക്ക് ചീത്ത വിളിക്കാൻ തോന്നുമായിരിക്കാം, ഒക്കെ തോന്നുമായിരിക്കാം. അവരെ പോയി നേരിട്ട് ചീത്ത വിളിക്കാതിരിക്കുക. ഒറ്റയ്ക്കിരുന്ന് അവരെ ചീത്ത വിളിക്കുകയോ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് അവരെ പറ്റി വേണമെങ്കിൽ 10 ചീത്ത വിളിച്ചോ, എന്താണെന്ന് വെച്ചാൽ വായി തോന്നി വിളിച്ച് പറഞ്ഞോ. അത് അത്രയും നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളെ ആയിരിക്കണം, നമ്മൾ ജഡ്ജ് ചെയ്യാത്ത ഒരാളെ ആയിരിക്കണം നമ്മൾ അതിനൊക്കെ ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് അവനെ ചീത്ത വിളിച്ചോ, ഒരു കാര്യമില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ വേറൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എങ്കിൽ, എൻ്റെ കേസിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, എനിക്ക് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു അവസരം തന്നില്ല. നിങ്ങൾ ആ ഒരു ദേഷ്യവും സങ്കടവും അമർഷമൊക്കെ വന്നിരിക്കുന്ന സമയം അവരെ ചാറ്റ് എടുക്കുക, ബ്ലോക്കാണോ എന്ന് ഉറപ്പ് വരുത്തുക. ബ്ലോക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ആക്കുക. അതല്ല എങ്കിൽ, നിങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ടില്ല എങ്കിൽ അവർക്ക് നിങ്ങൾ അയക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ആരുടെയെങ്കിലും ചാറ്റ് എടുക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും, ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു വാട്സപ്പ് കാണുമല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ തന്നെ യു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലോ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അവരെടുത്ത് പറയാനുള്ളത് നിങ്ങൾ അവർക്ക് അയക്കും. ഉറപ്പായിട്ടും ഈ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് അയക്കും എന്നുള്ള രീതിയിൽ, നല്ല രീതിയിൽ മനസ്സ് തുറന്നിട്ട് ചീത്ത വിളിക്കാനാണെങ്കിലും പരാതി പറയാനാണെങ്കിലോ എന്ത് പറയാനാണെങ്കിലോ കരയാനാണെങ്കിലോ ഒക്കെ നിങ്ങൾ ആ വോയിസ് ഓപ്പൺ ചെയ്തിട്ട് പറയുക. എന്താണെന്ന് വെച്ചാൽ പറയുക. വേണമെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു പൊക്കോട്ടെ. പറഞ്ഞതിന് ശേഷം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ബ്ലോക്കാണല്ലോ, ഞാനത് പറഞ്ഞവിടെ ഇട്ടിരിക്കും. എന്നിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കും, പറയുമ്പോൾ തന്നെ എന്തൊരു കാര്യമാണെങ്കിലും നമ്മളത് എഴുതുകയോ, ഇപ്പം നമ്മളെ ഉള്ളിലുള്ളൊരു സംഭവം, ഉള്ളിലൊരു സാധനമുണ്ട്, എൻ്റെ ഒരു ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു ഫീലിങ്സ്, ഞാനത് ഒന്നുകിൽ എഴുതുകയോ അല്ലെങ്കിൽ നമ്മളത് പറയുകയോ ചെയ്താൽ അത് നമ്മളെ ഉള്ളിൽ നിന്നത് പുറത്തോട്ട് വരികയാണ്. അത് അപ്പുറത്ത് നിൽക്കുന്ന ആളത് റിസീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാറ്ററേ അല്ല. നമുക്കത് പുറത്ത് കളഞ്ഞാൽ മതി. പുറത്തത് പറഞ്ഞ് അല്ലെങ്കിൽ നമുക്കത് എഴുതി കഴിഞ്ഞാൽ മതി. നമുക്കൊരാശ്വാസം തോന്നും. എന്നിട്ട് അയക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇന്ന് എന്തായാലും ഞാൻ അയക്കുന്നില്ല, പക്ഷേ ഞാൻ ഇവന് നാളെ ഇത് അയക്കും. ഞാൻ ഇങ്ങനെയായിരുന്നു. വിനീത് ശ്രീനിവാസൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രി നമ്മളൊരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല, രാവിലെ ഫ്രഷ് ആയിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നിങ്ങൾക്കത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ്. ഇങ്ങനത്തുള്ള വളരെ വിദഗ്ധമായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഞാൻ രാത്രി എടുക്കാറില്ല. അപ്പോൾ ഞാൻ മിക്കപ്പോഴും രാത്രി ആയിരിക്കുമല്ലോ നമുക്ക് കൊണ്ടിളകുന്നത്. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കും, പറയുമ്പോൾ തന്നെ ഞാൻ 50% ഓക്കെ, നാളെ ഞാനിത് അയക്കും, ഏതെങ്കിലും വഴി ഞാനിത് അയക്കുമെന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാൻ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആക്ച്വലി നമുക്കത് അയക്കാൻ തോന്നില്ല, സത്യമായിട്ടും തോന്നില്ല, ഞാൻ അയച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാക്സിമം നമ്മളെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലും നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് പോകാത്ത രീതിയിലും നമ്മളത് പുറത്ത് പറഞ്ഞ് കളയാൻ ശ്രമിക്കുക. കരഞ്ഞ് ഇമോഷൻസ് പുറത്ത് കളയാൻ ശ്രമിക്കുക. കരയുന്നതിലൂടെ ആണെങ്കിലും ദേഷ്യപ്പെടുന്നതിലൂടെയാണെങ്കിലും. ഞാനതാ പറഞ്ഞത്, നമ്മളെ ഈ ദേഷ്യം നമ്മളെ ചുറ്റുമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡിസേർവ് ചെയ്യുന്നില്ല. വല്ലവനും നമ്മളടുത്ത് എന്തെങ്കിലും കാണിച്ചു പോയതിൻ്റെ കാര്യത്തിൽ വെറുതെ നമ്മളെന്തിനാണ് നമ്മളെ വീട്ടുകാരെ, നമ്മളെ ഫ്രണ്ട്സുകളെയൊക്കെ അവരുടെ അടുത്ത് പോയി ആ ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് നമ്മളൊരിക്കലും നമ്മുടെ ഈ ദേഷ്യവും നമ്മളെ ഈ ഫീലിങ്സൊക്കെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വേണം നമ്മളത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഫീൽ ദ പെയിൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓൾറെഡി ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പലതരത്തിലും നമ്മളെ മുമ്പിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യാൻ നമുക്ക് തോന്നും. അതായത് പുതിയ റിലേഷൻഷിപ്പുകളാണെങ്കിലും, ആരെങ്കിലും നമ്മളെ ഫ്ലർട്ട് ചെയ്യാൻ വരുന്നതാണെങ്കിലും, എന്ത് തരത്തിലും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരോട് നമുക്കൊരു തരം ഇമോഷൻ തോന്നും. അത് ആക്ച്വലി അതൊരു റിയൽ ആയിട്ടുള്ളൊരു ഇമോഷൻ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാര്യം അത് നമ്മുടെ ഉള്ളിലെ വിഷമം കാരണം. കാര്യം നമ്മുടെ ബോഡിക്ക് ഹീലാവണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനത് ഹീലാവണം. അപ്പോൾ അത് ഹീലാവാൻ വേണ്ടിയിട്ട് അതിന് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ
അത് ഹീലാവാനുള്ളതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നതാണ്. ആൻഡ് വളരെ നമുക്ക് അങ്ങനെയുള്ള ഡിസിഷൻസുകൾ എടുക്കാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഹീലാവാൻ വേണ്ടിയിട്ട് വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാതിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇത് ഹീലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തിനെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ബ്രേക്കപ്പ്, അതിൻ്റെ വേദന, അതൊക്കെ ഭയങ്കര വലിയ വലിയ പൊല്ലാപ്പുകളാവും. അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള ഡിസിഷൻസുകൾ എടുക്കാതിരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ ബ്രേക്കപ്പ് ആയെന്നോ നമ്മൾ ഡിവോഴ്സ് ആയെന്നൊക്കെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മളിലോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്തൊക്കെ നമ്മൾ സെൻസ് ഉപയോഗിക്കുക, തിരിച്ചറിയുക, എനിക്കിങ്ങനത്തെ ഒരു വിഷമത്തിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ് അവനോട് എനിക്ക് ഒരു ഇഷ്ടം പോലെ തോന്നുന്നത്, അല്ലെങ്കിൽ എത്ര കൊള്ളാത്തവനാണ് അവൻ, ഫ്ലർട്ടിയാണെന്ന് നമുക്ക് അറിയാഞ്ഞിട്ട് പോലും നമുക്ക് അവനോടൊരു റിയൽ ഇമോഷൻ തോന്നുന്നത് അത് വെറും തോന്നൽ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുക. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യാണ്ട്, ഒരു ബ്രേക്കപ്പിൽ നിന്നോ ഡിവോഴ്സിൽ നിന്നോ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാണ്ട് വേറൊരു ബന്ധത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും. അത് പിന്നെ വലിയ കോംപ്ലിക്കേഷൻസ് നമുക്കുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ അത് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കോൺഷ്യസ്ലി അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ പോകാനോ, അവരുടെ ഫോട്ടോസുകൾ എടുത്ത് നോക്കാനോ, പഴയ മെമ്മറീസ് നോക്കാനോ, പഴയ ചാറ്റുകൾ എടുത്ത് നോക്കാനോ ഒരിക്കലും പഴയ ചാറ്റ് നോക്കി പോകരുത്. അനുഭവം കൊണ്ടാണ് പറയുന്നത്. പഴയ ചാറ്റുകളൊന്നും ഒരിക്കലും എടുത്ത് വായിച്ചു നോക്കാൻ പോകരുത്. പറ്റുമെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കളയുക. ആൻഡ് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, അവരുമായിട്ടുള്ള മ്യൂച്വൽ ഫ്രണ്ട്സോ അവരുടെ സ്റ്റോറി എന്താ, നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട്, എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്റ്റോറി നോക്കിപ്പിക്കുക. അങ്ങനെയൊന്നും സമയം വേസ്റ്റാക്കി കളയാതിരിക്കുക. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. നമുക്കാണ് ഇന്ന് മൂവ് ഓൺ ആവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുടെ പിന്നാലെ മാക്സിമം പോവാതെ നമ്മുടെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്നെ എല്ലാത്തിനും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു തരത്തിൽ വളരെ അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാര്യം എനിക്ക് എവിടെയും പുള്ളിയുടെ ഒരു കാര്യങ്ങളും കാണുന്നില്ല. ആകെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ പുള്ളിയുടെ സിസ്റ്റർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൽ ഞാൻ പുള്ളീനെ കാണുന്നു. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ഒന്നാമതേ ഒന്ന് മോണായി വരുന്ന സമയവും കൂടിയായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാൻ പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു, ബ്ലോക്കൊന്നും ചെയ്തില്ല. എനിക്ക് പുള്ളിക്കാരത്തി ഇടുന്ന പോസ്റ്റുകളൊന്നും എൻ്റെ ഫീഡിൽ വരാതെ, എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി അത് സെർച്ച് ചെയ്ത് ഞാൻ കാണാത്ത രീതിയിൽ എനിക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ റാൻഡംലി പോലും കാണാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ പുള്ളിക്കാരത്തിയുടെ പ്രൊഫൈൽ ഞാൻ കുറച്ച് നാളത്തേക്ക് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ കയറി നോക്കാണ്ട് പുള്ളിക്കാരത്തിയുടെ ഒന്നും എനിക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും എൻ്റെ ഫോണിൽ എൻ്റെ വെഡ്ഡിങ് പിക്ചേഴ്സ് ഉണ്ട്, പുള്ളിയായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ഉണ്ട്. അത് ഒരിക്കലും ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോലും ഞാൻ അതിനു വേണ്ടി ഒരു സമയം ഇന്നേ വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഞാനത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരുപാട് ഫോട്ടോസുകളുണ്ട്. ഞാനത് സെലക്ട് ചെയ്ത് ഓരോ ഫോട്ടോസുകൾ കാണുമ്പോൾ പിന്നെയും എനിക്കത്, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ ഒരു ഫോട്ടോ ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യും. ആ ഒരു ഫോട്ടോ മാത്രം ഡിലീറ്റ് ചെയ്യും. അതല്ലാണ്ട് ഞാൻ അതിന് വേണ്ടി ഒരു സമയം ആക്ച്വലി എൻ്റെ അങ്ങനത്തെ ഒരു സമയം പോലും ഡിസേർവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. പതുക്കെ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഇനി അത് കോൺഷ്യസ് ആയിട്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് ലൈഫിൽ എനിക്കൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ്സിലോട്ട് ഞാൻ പോകുമ്പോഴായിരിക്കും ഞാൻ കോൺഷ്യസ്ലി ഐ ഹാവ് ടു ക്ലിയർ എവറിത്തിങ് ഫ്രം മൈ ഫോൺ എന്നൊരു തോട്ട് എനിക്ക് വരത്തുള്ളൂ. ഇപ്പം ഞാൻ എന്തായാലും അത് ഞാൻ എടുത്ത് നോക്കാനും പോകുന്നില്ല. അത് നോക്കാൻ വേണ്ടി ഞാൻ പോയിരുന്ന് നുള്ളി പറക്കി ഡിലീറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടത്തില്ല. പക്ഷെ നിങ്ങളങ്ങനെ നോക്കാനുള്ള ഒരു കൺട്രോൾ നിങ്ങൾക്കില്ല. ഇപ്പം നിങ്ങളെടുത്ത് നോക്കി പോകും, ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി പോകുമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് സമയം മാറ്റി വെച്ച് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുക. ഒന്നും വിടാണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. റീസൈക്കിൾ ബിന്നിൽ നിന്നും ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുക. കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പിറ്റേ ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവും. അതുകൊണ്ട്
മെമ്മറികൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യം. എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ആൽബം എന്താ ഈ ഒരു ജനലിൻ്റെ ഇപ്പുറത്തുള്ള ടേബിളിൻ്റെ പുറത്തിരിപ്പുണ്ട്. ഞാൻ എന്നും അത് കാണുന്നുണ്ട്. എനിക്കൊന്നും തോന്നാറില്ല ഇപ്പോൾ. ഒന്നും തോന്നാറില്ലെന്ന് പറഞ്ഞാൽ ഒന്നും തോന്നാറില്ല. ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തും, ഉറപ്പായിട്ടും എത്തും. പക്ഷേ അതിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം, നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. ആൻഡ് എന്താ പറയുക, ആ ഒരു സമയം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളി നമുക്ക് ഒരു പുതിയൊരു ജീവിതത്തിലോട്ട് നമുക്ക് ഉറപ്പായിട്ടും കടന്നു വരാൻ പറ്റും. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലോട്ട് ചാടി പിന്നെയും കോംപ്ലിക്കേഷൻ ആക്കി പോവാണ്ട് ആ ഒരു സമയം വളരെ ഹീൽ ചെയ്യാനെടുത്ത് ഒറ്റയ്ക്ക് നമ്മളെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ഫ്ലോയിൽ പോവുക. ആൻഡ് ഐ എം ജസ്റ്റ് സേയിങ്, ഇത് നിങ്ങൾ ഓർത്തു വെച്ചോ, നമ്മൾ തേടിപ്പോകുന്നതിനെക്കാട്ടി മനോഹരമായിരിക്കും നമ്മളിലോട്ട് വന്നു ചേരുന്നത്. ഒരു റിലേഷൻഷിപ്പിലോട്ട് നമ്മൾ കോൺഷ്യസ്ലി അതിനു വേണ്ടി പോവാതിരിക്കുക. നമുക്കുള്ളത് നമ്മളടുത്ത് തന്നെ വരും. അത് കറങ്ങി ചുറ്റി റൈറ്റ് ടൈമിൽ നമ്മളടുത്ത് എത്തും. നമ്മൾ ഈ റൈറ്റ് ടൈമിൽ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട്, നമ്മൾ അതിനു വേണ്ടി ഒരു ക്ഷമ കാണിക്കാണ്ട് റഷായിട്ട് തപ്പി പോകുമ്പോഴാണ് നമ്മൾ ഈ മോശം ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളൊക്കെ റോങ് ആൾക്കാരെ നമുക്ക് ഈ റോങ് ടൈമിൽ മീറ്റ് ചെയ്യേണ്ടി വരുന്നതും കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നതും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് ദ റൈറ്റ് പേഴ്സൺ വിൽ കം ടു യു. ആൻഡ് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പീസ് ഓഫ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. ഇത് നമ്മുടെ റൈറ്റ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഇത് ഞാൻ ചൂസ് ചെയ്യണോ, ഈ ഒരു റിലേഷൻഷിപ്പോട് ഞാൻ കടക്കാൻ ഞാൻ റെഡി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ ആ ഒരു പീസ് ഓഫ് മൈൻഡിലോട്ട് നിങ്ങൾ എത്തണം. ആ എത്തുന്നതാണ് ടാസ്ക്. അതിന് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സമയം കൊടുക്കുക, ഒന്നിനും ധൃതി കൂട്ടാതിരിക്കുക. ഓക്കെ.